കുറെ കാലം മുൻപ് വരെ കേരളം പുരാതന കേരളമായിരുന്നു. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറത്തേക്ക് പുരാതന കേരളം നവകേരളത്തിന് വഴിമാറിക്കൊടുത്തു. നവകേരളം എന്ന് പറഞ്ഞാൽ വെറും നവകേരളമല്ല, സ്ത്രീ സൗഹാർദ്ദ, നാരീപക്ഷ, സമത്വ സുന്ദര, ഹരിത നവകേരളം. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിപ്പുറത്തേക്ക് പുരാതന കേരളം തീരെ തന്നെ ഇല്ല എന്ന് പറഞ്ഞാൽ പലരും വിശ്വസിച്ചേക്കില്ല. ഇന്നും ഓണം വന്നു കഴിഞ്ഞാൽ പൂക്കളമിടാൻ ധൈര്യം കാണിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴുമുണ്ട് കേരളത്തിൽ. ഈ ഹരിത നവകേരളത്തിൽ ഇന്നും ഓണം വന്നു കഴിഞ്ഞാൽ സധൈര്യം പൂക്കളമിടാൻ ആ പുരാതന സാംസ്കാരിക ബോധം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇന്നും ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പ്രയാസമാണ്. എങ്കിൽ പോലും അതാണ് സത്യം. ഒരുപക്ഷെ നാളത്തെ കാര്യം എന്താവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പൂക്കൾ വിരിയാനും ഓണം വരാനും ധൈര്യം കാണിച്ചാൽ തന്നെ ഹരിത നവകേരളത്തിൽ പൂക്കളമിടാൻ ആളുകൾ തയ്യാറാവുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം പൂക്കളം ഇടേണ്ടത് ഹൈന്ദവരാണ്. ഹൈന്ദവരുടെ ഒരു ആഘോഷമായിട്ടാണ് ഇപ്പോൾ പരക്കെ അറിയപ്പെടുന്നത്. എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഓണം കേരളീയോം കായ് ദേശീയ ത്യോഹാർ എന്നൊക്കെയാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്, ഹിന്ദിയിൽ, രാഷ്ട്രഭാഷയിൽ, സംഘിഭാഷയിൽ. പക്ഷെ ഇപ്പോ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണ്. സമാധാന മതസ്ഥരായിട്ടുള്ള ആളുകൾ അത് ആഘോഷിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗം നിഷേധിക്കപ്പെടാനുള്ള വലിയ സാധ്യതയുണ്ട് എന്ന് അധ്യാപികമാർ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലമാണ്. ഓണത്തെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപകടം പറ്റാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഞാനിപ്പോൾ ഇത്രയും ഓണത്തെക്കുറിച്ച് പറയാനും പൂക്കളത്തെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെയുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഏതോ ഒരു ക്ഷേത്രത്തിൽ പൂക്കളമിട്ടതിനോടൊപ്പം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കൂടി വെച്ചു, പൂ കൊണ്ട് എഴുതി വെച്ചു. സ്വാഭാവികമായിട്ടും ഏതോ ഹൈന്ദവ നാമധാരിയായിട്ടുള്ള, ഒപ്പം ഘോര മതേതരനും അതുപോലെ തന്നെ പ്രബുദ്ധനും തീർച്ചയായിട്ടും വിപ്ലവകാരിയും ഒക്കെ ആയിട്ടുള്ള ഒരു ഹൈന്ദവൻ കമ്മി, അദ്ദേഹം അത് കണ്ടു. അദ്ദേഹത്തിന്റെ ആ മതേതര ബുദ്ധിക്ക് വല്ലാതെ മുറിവേറ്റു. സ്വാഭാവികമായിട്ടും അദ്ദേഹം പരാതിയുമായി പോലീസിന്റെ മുന്നിലെത്തി. പോലീസിന്റെ മുന്നിലേക്ക് പരാതിയുമായിട്ട് ഒരാൾ എത്തിക്കഴിഞ്ഞാൽ ആ പരാതി കേൾക്കണം, അത് പരാതിയായി സ്വീകരിക്കണം, അന്വേഷണം വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ഷേത്രത്തിലും പോലീസുകാരെത്തി. അവർ നോക്കിയപ്പോൾ അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു പൂവുകൊണ്ട്. അതിലൊരു മര്യാദകേട് അവർക്ക് തോന്നി. പൂക്കളമിട്ടവർക്ക് അത് അവരുടെ ദേശസ്നേഹത്തിന്റെ, ആ രാജ്യക്കൂറിന്റെ ഒരു പ്രകടനമായിരുന്നത് കൊണ്ടും അത് മായ്ക്കാനോ അതല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു നീക്കം പോലും സഹിക്കാനോ അവർക്കും സാധിച്ചില്ല. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്ത് തന്നെ ആയാലും ഒരു ചെറിയ കശപിശയുണ്ടായി. അടുത്ത ദേശീയവാദികൾക്ക് മോഹാത്സ്യം വന്നു, അവർക്ക് വലിയ സങ്കടമായി. ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറയുന്ന വേവലാതിയായി ഹൈന്ദവ സംഘടനകളുടെ നേതാക്കന്മാർ അതിനെതിരെയുള്ള പ്രകടനങ്ങൾ അവരുടെ ഭാഗത്ത്, കാരണം അവരുടെ തൊഴിലിന്റെ ഭാഗവും കൂടിയാണ്, സ്വാഭാവികമായിട്ടും അവരുടേതായിട്ടുള്ള വിഹ്വലതകൾ തീർച്ചയായിട്ടും നവമാധ്യമങ്ങളിലൂടെ രേഖപ്പെടുത്തി. എന്തായാലും ആകെ കശപിശയായി. സ്വാഭാവികമായിട്ട് പോകനെ പോലെ ഒരു പ്രതികരണ തൊഴിലാളിക്ക് വളരെ രസകരമായിട്ട് ആസ്വദിച്ച് സംസാരിക്കാൻ കഴിയുന്ന, നാവാട്ടാൻ കഴിയുന്ന ഒരു വിഷയമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ എനിക്ക് അത്രയൊന്നും ആളുകൾക്ക് സ്വീകാര്യമാവാൻ ഇടയില്ലാത്തൊരു അഭിപ്രായമാണ് ഈ വിഷയത്തിനുമേൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായത്. ഞാനതൊന്ന് പറയാം. വാസ്തവത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ ക്ഷേത്രത്തിൽ ഒരു പൂക്കളമായി പകർത്തി വെക്കുന്നതിലോ അതൊന്നുകൂടി ആ ഓർമ്മ പുതുക്കിപ്പിക്കുന്നതിലോ പൂ കൊണ്ട് പുതുക്കിപ്പിക്കുന്നതിലോ ഒന്നും തന്നെ തെറ്റൊന്നുമില്ല. വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. പക്ഷെ അതൊരു ക്ഷേത്ര പരിസരത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടാണ് തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. കാരണം ഇത് ഭാരതം എന്ന് പറയുന്ന നമ്മളുടെ മഹാരാജ്യം നമ്മുടെ മണ്ണിലേക്ക് കടന്നു വന്ന് നമ്മളുടെ പൗരന്മാരെ മതം ചോദിച്ച് അവരുടെ മതത്തിന് എതിരാണ് എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഹൈന്ദവരായിട്ടുള്ള മനുഷ്യരെ കൊന്നുതള്ളി. കൊല്ലപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് നീതി നൽകുന്ന നിലയിലുള്ള ഒരു പ്രകടനമാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ സംഭവിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐക്കാരനായിട്ടുള്ള ആരോ അതോ മൂത്ത കമ്മിയാണോ, എന്തായാലും ഒരു ഇടതുബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഈ ക്ഷേത്രത്തിലെ പൂ കൊണ്ടെഴുതിയ ആ പൂക്കളത്തിന്റെ ഭാഗമായ ഓപ്പറേഷൻ സിന്ദൂർ കണ്ടപ്പോൾ ഹാലിളകിയത്. അയാൾ വിചാരിക്കുന്നത്, ആ മനുഷ്യൻ വിചാരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇത് ഹിന്ദുക്കളുടെയാണ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ തെറ്റില്ല. കാരണം ദുർബല ബുദ്ധരായിട്ടുള്ള ആളുകൾ അങ്ങനെ വിചാരിച്ചു പോകും. അത്തരം ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും ലളിതബുദ്ധരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമായിരുന്നു ആ ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കുന്നവർ. കാരണം ഇനിയിപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ഇവിടെ പൂകൊണ്ട് എഴുതിയാൽ ആ മറ്റവന്മാർക്ക് ഹാലിളകും. അവർക്ക് വിവരമില്ലാത്തവന്മാരാണ്, തലയ്ക്ക് ബോധമില്ലാത്തവന്മാരാണ്, വെറുതെ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. എന്തിനാണിങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് ഒഴിവാക്കാം, വേണമെങ്കിൽ ഒഴിവാക്കാം. കിട്ടുമെന്ന് കരുതിക്കൊണ്ട് കുഴപ്പമുണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ വിഡ്ഢികളാണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും വിഡ്ഢി സൗഹാർദ്ദ നിലയിൽ ആഘോഷങ്ങൾ നടത്തുന്നതാണ് നല്ലത്. ക്ഷേത്രത്തിന്റെ പരിസരത്ത് സ്വാഭാവികമായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ അനുസ്മരിക്കുമ്പോൾ ഒരു കമ്മിയെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ ഇനി സംഘികളുടേതാക്കി അവർ മാറ്റുകയാണോ അല്ലെങ്കിൽ ഹിന്ദുക്കളുടേതാക്കി മാറ്റുകയാണോ എന്ന ഒരു വേവലാതി അവർക്കുണ്ടെങ്കിൽ അവരുടെ ഒരു അതിജീവന ഭയത്തിന്റെ പ്രശ്നമാണ്, രാഷ്ട്രീയ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ പോലീസിനെ സമീപിച്ചു. പോലീസ് വരുമ്പോൾ ഇങ്ങനല്ലാതെ പോലീസിന് വേറൊരു വഴിയില്ല. നമ്മുടെ നാട്ടിലെ പോലീസുകാർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു പ്രവർത്തന സമ്പ്രദായമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ അവർ മേലുദ്യോഗസ്ഥരുടെ വാക്കുകളെ അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആളുകളാണ് അവർ. നമ്മുടെ ഭരണം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണമാണ്. സ്വാഭാവികമായിട്ടും അവരുടെ സർക്കാരിൻ്റെ കീഴിൽ
പ്രവർത്തിക്കുന്ന ആളുകളാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഒരു ഭാഗവും കൂടിയാവാം. ഇത്രയും ബാലിശമായിട്ടുള്ള ഒരു വിഷയം ഇങ്ങനെ അവതരിപ്പിക്കണമെങ്കിൽ, അത് പോലീസ് ഈ രീതിയിലേക്ക് അവതരിപ്പിക്കണമെങ്കിൽ, ഇത് സാമൂഹ്യ മാധ്യമ കാലമാണ്, ഡിജിറ്റൽ യുഗമാണ്, സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ ചർച്ചയാവും. ഈ ചർച്ചയാവുമ്പോൾ മനുഷ്യർ രണ്ട് തട്ടിലാവും. രാഷ്ട്രീയമായി അതിനെ സമീപിക്കുന്ന ഒരു രീതിയിലേക്ക് മാറുമെന്നൊക്കെ അറിയാവുന്നത് കൊണ്ടുകൂടി ആയിരിക്കണം അവരൊക്കെ ഇതൊക്കെ ഒരു വിഷയമാക്കി മാറ്റുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ പാകത കാണിക്കേണ്ടത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വിചാരം അത് ഹൈന്ദവ സമൂഹമായിരിക്കണം പാകത കാണിക്കേണ്ടത്. കാരണം മറുവശത്ത് ബോധമില്ലാത്ത ഒരു കൂട്ടരാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അവരുടെ ഒരു മനോദൗർബല്യത്തെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് വലിയ കുറ്റകരമായിട്ടുള്ള സംഗതിയൊന്നുമല്ല. ക്ഷേത്രത്തിൽ പൂക്കളം ഒരുക്കി ഓപ്പറേഷൻ സിന്ദൂർന്ന് അത് നമ്മൾ ബഹുമാനിച്ചാലും ഇല്ലെങ്കിലും നമ്മുടെ സൈനികരുടെ വീര്യത്തിനൊന്നും ഒരു കുറവുമില്ല. അത് പോട്ടെ, അതെന്തോ ആവട്ടെ. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഈ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാർ AJP എന്നാണ്. സൂപ്പർ സ്റ്റാർ AJP സ്വന്തം നിലയിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരാളാണ്. അതിന്റെ പേരിൽ ഈ നാട്ടിലുള്ള സൂപ്പർ സ്റ്റാറുകൾ അലൻ ജോസ് പെരേരയ്ക്കെതിരെ കെർവോടുകൂടി ഒരു സമീപനം സ്വീകരിക്കുന്നുണ്ടോ? അവർ അവഗണിച്ച് കളയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു കമ്മി ഇതുപോലുള്ള പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അവന്റെ ഒരു സൈദ്ധാന്തിക പരിമിതിയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ആ നിലയിൽ എടുത്താൽ പോരെ. ഈ ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമായിട്ട് ഇട്ടാലും ഇട്ടില്ലെങ്കിലും ഈ രാജ്യത്തിനൊരു കുഴപ്പവുമില്ല, സമൂഹത്തിനൊരു കുഴപ്പവുമില്ല, സമുദായത്തിനൊരു കുഴപ്പവുമില്ല, ആർക്കും ഒരു ദ്രോഹവുമില്ല. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, കൂറ്, ആത്മാർത്ഥത അതൊക്കെ പ്രകടിപ്പിക്കേണ്ടത് അധികാരം നേടിക്കൊണ്ട് മാത്രമല്ല. ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് അവന് സമാധാനത്തോടെയും സ്വസ്ഥതയോടെയും സമത്വബുദ്ധിയോടുകൂടിയും സൗഹാർദ്ദപരമായിട്ടും ഗുണനിലവാരമുള്ള ഒരു ജീവിതം കഴിക്കാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യത്തെ അവതരിപ്പിക്കാൻ വേണ്ടുന്ന പരിശ്രമങ്ങളാണ് തീർച്ചയായിട്ടും വേണ്ടത്. അതല്ലാതെ ഇതുപോലുള്ള ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിൻ്റെ പേരിൽ അതൊരു മതത്തിൻ്റെ ഭാഗമായിട്ടോ ഒരു സംഘടനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗമായിട്ടോ മാറ്റാതെ അത് ക്ഷേത്രത്തിന്റെ പുറത്തായിരുന്നു എന്നുണ്ടെങ്കിൽ, ക്ഷേത്രത്തിന്റെ പുറത്തുനിന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ ഈ ഓണപ്പൂക്കളം ഒരു നാൽക്കവലയിൽ പൊതുസമൂഹം പങ്കെടുത്തുകൊണ്ട് അങ്ങനെ ഒരു പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് കുറച്ചുകൂടി വേറൊരു മാനം വരും, വേറൊരു വ്യാഖ്യാനം നൽകാനുള്ള ഒരു സൗഹാർദ്ദത്തിന്റെ ഒരു ഭാവമായിട്ട് മാറും. കാരണം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഹൈന്ദവരുടെയോ സംഘികളുടെയോ ഒന്നല്ല. പിന്നെ ഇതിന്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ DYFIക്കാർ ഇതിനെ ഒരുപക്ഷെ ഇങ്ങനെ ഗൗരവത്തോടെ കാണുമ്പോൾ അവരുടെ മനസ്സിൽ ഇതൊരു ഹിന്ദുരാഷ്ട്രമായി അവർ തന്നെ അവതരിപ്പിച്ച് കാണണം. അതുകൊണ്ടാണ് എപ്പോഴും ഒരു ഭൂരിപക്ഷ സമുദായം അവരുടെ കാര്യങ്ങൾ വളരെ വീറോടുകൂടി ആഘോഷിക്കുമ്പോൾ അവിടെ ഒരു ഭീതിയുടെ മറുപക്ഷത്തിനൊരു ഭീതി ഉയരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതേ ഓപ്പറേഷൻ സിന്ദൂർ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷ സമുദായമാണ് അവരുടെ ഭാഗമായിട്ട് അവരത് ആഘോഷിക്കുന്നുവെങ്കിൽ അതിനകത്തൊരു സൗഹാർദ്ദം വരും. നമുക്ക് ആർക്കും അത് കാണുമ്പോൾ ഒരു സൗഹാർദ്ദ ബുദ്ധി അവിടെ, ആ ഒരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെടും. പക്ഷേ ഒരു ഭൂരിപക്ഷ സമുദായം വളരെ വീറോടുകൂടി ഇതിനെ ആഘോഷിക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ആ വിഷയം എന്ന് പറയുന്നത് എന്താണ്, ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുമ്പോൾ മതം നോക്കി മനുഷ്യരെ വെടിവെച്ച് കൊന്ന ഒരു ദാരുണ സംഭവത്തെ ഓർമ്മിപ്പിക്കുന്ന അതിനോടുള്ള പ്രതികാര നടപടിയാണല്ലോ നമ്മുടെ ഈ സൈനിക നടപടിയാണല്ലോ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അതൊരു ക്ഷേത്രത്തിൻ്റെ മുറ്റത്തോ ക്ഷേത്ര പരിസരത്തോ അത് ഉപയോഗിക്കുമ്പോൾ, ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായിട്ടും സാമൂഹിക സൗഹാർദ്ദം അല്ലെങ്കിൽ സമുദായങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ അന്തരീക്ഷം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മുടെ പോലീസുകാർക്ക് തോന്നിപ്പോയാൽ അതിനവരെ കുറ്റം പറയുന്നതിനകത്ത് കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാൽക്കവലയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിയിലാണത് വരുന്നതെങ്കിൽ അത്രയും പ്രശ്നവുമില്ല. അത്രയും പ്രശ്നമില്ലെന്നല്ല, ഒട്ടും പ്രശ്നമില്ല. പക്ഷെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ വിഷയം ഇതായതുകൊണ്ടും പ്രത്യേകിച്ച് മതം നോക്കി നമ്മുടെ നാട്ടിലെ പൗരന്മാരെ ഇല്ലാതാക്കിയ ഒരു തീവ്രവാദി സംഘടന അല്ലെങ്കിൽ ഒരു സംഘം അവർക്കെതിരെ നടത്തിയിട്ടുള്ള സൈനിക നടപടിയാകുമ്പോൾ അത് നമ്മൾ ഈ ഹൈന്ദവ ക്ഷേത്രത്തിൽ അത് ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു മോശം വ്യാഖ്യാനം നൽകാനുള്ള സാഹചര്യം അവിടെയുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കാം പോലീസ് ആ നിലയിൽ പെരുമാറിയത്. പിന്നെ മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കണ്ടേ, എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്? നമ്മൾ ഈ സമാധാന മതസ്ഥരുടെ കാര്യം പറയുന്നു, അവരെ സർക്കാർ പ്രീണിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മതം നോക്കിയിട്ടുള്ള പ്രീണനമാണോ? അല്ല, മതമല്ല അവിടെ പ്രശ്നം, സംഘടിത ബുദ്ധിയാണ്. ആ മതസ്ഥർ പേറുന്ന സംഘടിത ബുദ്ധിയാണ്. ഹിന്ദുക്കൾക്ക് ആ സംഘടിത ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളെയും തീർച്ചയായിട്ടും സർക്കാരുകൾ പ്രീണിപ്പിക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ സംഘടിത ബുദ്ധി ആർക്കാണെന്ന് നോക്കിക്കൊണ്ട് കൂടുതൽ സംഘടിത ശക്തി ഉള്ളവർക്ക് കൂടുതൽ പ്രീണന ബുദ്ധിയോടുകൂടിയുള്ള സമീപനം സർക്കാരുകളിൽ നിന്ന് ലഭിക്കുകയോ ചെയ്യും. അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ട് പോകാൻ പറയും തെമ്മാടിത്തരമാണ്.
കാരണം സർക്കാർ എല്ലാവരുടെയുമാണ്. അത് സംഘടിത ശക്തി ഉള്ളവരെയും സംഘടിത ശക്തി ഇല്ലാത്തവരെയും തുല്യ നിലയിൽ കണ്ടുകൊണ്ട് പൊതുസമൂഹത്തിന് ഗുണമാകുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കേണ്ടത് സർക്കാരുകൾ. പക്ഷേ ദൗർഭാഗ്യവശാൽ അത് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ജനാധിപത്യ ബോധം, നമ്മുടെ സാമാന്യ ബുദ്ധി ഒക്കെ തന്നെ കെട്ടതാണ്. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല, ഹിന്ദുക്കൾ നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇത് സംഭവിക്കുന്നത് സംഘടിത ബുദ്ധിയുടെ അഭാവം കൊണ്ടാണ്. ഇപ്പൊ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയുന്നത് പോലെ സംഘടിത ബുദ്ധി ഉള്ളവർക്കേ ഈ സംവിധാനം, ഈ ജനാധിപത്യ സംവിധാനത്തിൽ, ഈ ജനാധിപത്യ കാലത്ത് ഗുണമുള്ളൂ എന്നുണ്ടെങ്കിൽ സംഘടിത ബുദ്ധിയുള്ളവരാവണം. നീതി പോലും കിട്ടണമെങ്കിൽ സംഘടിത ബുദ്ധി ഉണ്ടായാലേ പറ്റൂ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സംഘടിത ബുദ്ധിയുള്ള മനുഷ്യരാവൂ. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. പക്ഷെ നിങ്ങൾക്ക് ഹിന്ദുക്കൾക്ക് അതിന് സാധിക്കുന്നില്ലല്ലോ. ഹിന്ദുക്കൾക്ക് സാധിക്കുന്നില്ല. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അമ്മയെ തല്ലിയാൽ 2 പക്ഷമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ കാര്യത്തിൽ അത് 2000 പക്ഷമോ 2,00,000 പക്ഷമോ ആവും. അതാണ് നമ്മുടെ എന്ന് പറയുന്നില്ല, ഞാൻ ഒരു പോങ്ങ മതസ്ഥനാണ്. എന്റെ പൊന്നു ഹിന്ദുക്കളെ, നിങ്ങളെ ആർക്കും, ഒരല്പം കൗശല ബുദ്ധിയുള്ള ആർക്കും നിങ്ങളെ ഊടുപാട് പറ്റിക്കാൻ പറ്റും, തലങ്ങും വിലങ്ങും പറ്റിക്കാൻ പറ്റും. നിങ്ങളിങ്ങനെ ക്ഷേമപ്പെട്ടവന്റെ ആസനവും എടുത്ത് ഇങ്ങനെ ചുമന്നു നടക്കുന്ന ഒരു സമൂഹമായി അധപ്പതിച്ചു പോയത് കൊണ്ട് മാത്രമാണ്. 40D, already know it's me, so what you asking for? Shorty bad and I just bought a bag and I ain't asking for it, she just bragging. മുടിഞ്ഞു കുത്തുവാള എടുത്തു പോകുന്നതിന് അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ക്രിസ്ത്യാനികളെയോ അതല്ലെങ്കിൽ മുസൽമാന്മാരെയോ ഒക്കെ അവരുടെ സംഘടിത ശക്തി കണ്ടുകൊണ്ട് കെറിവിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ തമ്മിൽ തല്ലുകയും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവരെയും നിങ്ങളെ ഉപയോഗിക്കുന്നവരെയും നിങ്ങളെ ചൂഷണം ചെയ്യുന്നവരെയും മാത്രം നിങ്ങളെടുത്ത് തലപ്പത്തും വെച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ അനന്തര ഫലമാണ് ഇതുപോലുള്ള കാര്യങ്ങൾ. ഒരു പൂക്കളമിട്ടാൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്.